ഹലോ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഗുരുപൂർണിമയല്ലേ. അപ്പോൾ രാവിലെ തന്നെ ഞാനും ഏട്ടനും കൂടി അമ്പലത്തിൽ പോയിട്ടാണ്. നമ്മുടെ ഫ്ലാറ്റിൻ്റെ തൊട്ട് മുന്നിൽ തന്നെ ഉള്ള ഒരു വലിയൊരു ഗണപതി അമ്പലമുണ്ട്. അപ്പോൾ അവിടെയാണ് ഞങ്ങൾ പോയത്. ഈ അമ്പലം ശരിക്കും പറഞ്ഞ ഒരു അത്ഭുതം തന്നെയാണ്. ഇതിൻ്റെ ഉള്ളിലൊക്കെ ഒരുപാട് കാഴ്ചകളുണ്ട്. പക്ഷേ വീഡിയോ അലൗഡ് അല്ല. അതുകൊണ്ട് പുറത്തൊന്നും നിന്നിട്ടുള്ള കാഴ്ചകൾ മാത്രമേ എനിക്ക് എടുക്കാൻ പറ്റിയുള്ളൂ. ഇവിടെ ഇന്ന് ഒരുപാട് ആഘോഷങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, ഗുരുപൂർണിമ ആയതുകൊണ്ട്. അങ്ങനെ തൊഴുത് ഞങ്ങൾ പുറത്തിറങ്ങി. ഇനിയിപ്പോൾ ഞങ്ങൾ നേരെ പോകാൻ പോകുന്നത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഫേവറേറ്റ് സാധനം എന്തോ വാങ്ങിത്തരാമെന്ന് പറഞ്ഞിട്ടാണ് ഏട്ടൻ എന്നെ കൊണ്ടുപോകുന്നത്. എന്താണെന്നുള്ളത് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങളിത് അവിടെ എത്തി മെനു ഒക്കെ ചെക്ക് ചെയ്തു. എന്നിട്ട് ഏട്ടനും കുറേ നാളായിട്ട് കഴിക്കണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്ന ഒരു സാധനം കൂടെ അവിടെ നിന്ന് നമുക്ക് കിട്ടിയിട്ടാണ്. ഇതിന് മുമ്പ് ഏട്ടൻ ഇത് മാട്ടുങ്ക എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നേ. അതിനുശേഷം ഒരുപാട് വട്ടം ആ ഒരു സാധനം വേറെ ഏതെങ്കിലും ഹോട്ടലിൽ കിട്ടുമോ നോക്കിക്കൊണ്ട് നിൽക്കുമായിരുന്നേ. അപ്പോൾ ഇന്ന് ഇവിടെ പോയപ്പോൾ ഇവിടുത്തെ മെനുവിൽ അത് കിട്ടിയിട്ടാ. അപ്പം നമ്മൾ അത് ഓർഡർ ചെയ്തിട്ടുണ്ട് 2 പേർക്കും. നമ്മൾ ഓർഡർ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊങ്കലാണ് കേട്ടോ. പൊങ്കലും വടയും ഉള്ളൊരു കോംബോ ആണ് കേട്ടോ നമ്മൾ ഓർഡർ ചെയ്തത്. അപ്പോൾ ഏട്ടന് ഈ പൊങ്കൽ ഭയങ്കര ഇഷ്ടമായിരുന്നേ. തമിഴ്നാട്ടിലെ പൊങ്കൽ ഇല്ലേ, അത് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് എന്നാണ് എന്നോട് എപ്പോഴും പറയാറുള്ളത്. പക്ഷെ ഞാൻ ഇതുവരെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ ഇന്ന് ഏതായാലും ഏട്ടൻ ഇത്രയും പറഞ്ഞതല്ലേ, കുറേ നാളല്ല കുറേ വർഷങ്ങളായി ഈ പൊങ്കലിൻ്റെ കാര്യം ഞാൻ കേൾക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഏട്ടന് ഏതായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഞാനും വിചാരിച്ചു ഇത്രയും പറഞ്ഞതല്ലേ, എന്നാൽ പിന്നെ അതിൻ്റെ ടേസ്റ്റ് എനിക്കും കൂടി അറിയാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിന്നത് ഓർഡർ ചെയ്തത്. അപ്പോൾ ഞാനിത് ആദ്യമായിട്ട് കഴിക്കാൻ പോവുകയാണ് ഈ ഒരു ഐറ്റം. പക്ഷെ കഴിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത്രയും കാലം ഏട്ടൻ ഇതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കണമെങ്കിൽ അത് ശരി തന്നെ ആയിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരുന്നേ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് നല്ല ക്ലീൻ ആയിട്ടുള്ള നല്ലൊരു ഹോട്ടലായിരുന്നേ. പുതിയതാണ്. ഇവിടെ ഒരുപാട് നമ്മുടെ സൗത്ത് ഇന്ത്യൻ മെനു എല്ലാം കിട്ടുന്നുണ്ട്. അപ്പോൾ പൊങ്കൽ ആസ്വദിച്ച് കഴിക്കും കേട്ടോ. എനിക്ക് പൊതുവേ നമ്മുടെ സൗത്ത് ഇന്ത്യൻ ഡിഷസ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ ഉഴുന്ന് വട, ഇഡലി, മസാല ദോശ ഇതുപോലുള്ള ഐറ്റംസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അധികം നമ്മൾ പുറത്ത് പോകാമെന്നെങ്കിൽ ഇവിടുത്തെ ഡിഷസ് നമ്മൾ കഴിക്കുമെങ്കിലും ഞാൻ കൂടുതലായിട്ടും പ്രിഫർ ചെയ്യുന്നത് നമ്മുടെ സൗത്ത് ഇന്ത്യൻ ഡിഷസ് തന്നെയാണ്. അപ്പോൾ പൊങ്കലും വടയൊക്കെ കഴിച്ചതിന് ശേഷം ഞാനും ഏട്ടനും കൂടി മസാല ദോശ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. ടേസ്റ്റൊക്കെ നോക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ വേണമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഓർഡർ ചെയ്തത്. പൊങ്കലും വടയും കഴിച്ചപ്പോൾ തന്നെ ഏകദേശം വയറ് നിറഞ്ഞിരുന്നേ. അപ്പോൾ മസാല ദോശേൻ്റെ കൂടെ ഇതാ ചട്നിയും സാമ്പാറൊക്കെ ഉണ്ട്. നമ്മൾ പൊങ്കലിൻ്റെ കൂടിയും ഇതൊക്കെ എന്നെ തന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. സാമ്പാറും ചട്നിയും ഒക്കെ എല്ലാത്തിൻ്റെ കൂടെയും ഉണ്ട്. എല്ലാം ഇതുപോലെ സാമ്പാറും ചട്നിയും ഒക്കെ മിക്സ് ചെയ്തിട്ട് ആ മസാല ദോശേൻ്റെ മസാലയും ദോശയും എല്ലാം കൂടി കൂട്ടി കുഴച്ച് കഴിക്കാനാണ് കേട്ടോ എനിക്കിഷ്ടം. അപ്പോൾ ഞാൻ വിചാരിച്ചതിലപ്പുറമായിരുന്നു കേട്ടോ ഇവിടുത്തെ ടേസ്റ്റ്. അങ്ങനെ ലാസ്റ്റ് കോഫിയും കുടിച്ച് പാത്രവും കാലിയാക്കിയിട്ട് ഇവിടുന്ന് ഇറങ്ങിയിട്ടാ.